ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി CITU സംയുക്ത ട്രേഡ് യൂണിയൻ 17 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ വ്യാപകമായി ജൂലൈ 9 നടത്തുന്ന പണിമുടക്കിൽ വ്യാപാരികൾ കടകൾ അടച്ചും വാഹന ഉടമകൾ വാഹനങ്ങൾ നിലത്തിലിറക്കാതെയും പണിമുടക്കിനോട് സഹകരിക്കണമെന്ന് CITU കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ ജീവിതാവശ്യങ്ങൾ മാത്രമല്ല രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടിയുള്ള സമരമാണ് നടക്കുന്നത്. എല്ലാ ജനവിഭാഗങ്ങളും പണിമുടക്ക് സമര കേന്ദ്രങ്ങളിൽ അണിനിരക്കണമെന്ന് പ്രസിഡന്റ് MG കിരൺ, സെക്രട്ടറി EG സുരേന്ദ്രൻ എന്നിവർ അഭ്യർത്ഥിച്ചു. ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ ഈ രാജ്യത്തെ തൊഴിലാളികളെ ബാധിക്കുന്നതാണ്. ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ തൊഴിലാളികളെ അടിമ സമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ പടച്ചുണ്ടാക്കി പാസ്സാക്കിയിട്ടുള്ളത്. 4 ലേബർ കോഡുകളിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്ത എല്ലാ അവകാശങ്ങളെയും ഹനിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂലി ചോദിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു, സംഘടിക്കാൻ സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നു, എല്ലാം കരാർ തൊഴിലാളിക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. സ്ഥിരം തൊഴിലും അതിൻ്റെ ആനുകൂല്യങ്ങളും ബോണസ് ഉൾപ്പെടെ മരീചികയായി മാറുന്ന അവസ്ഥയിലേക്കാണ് ഈ ലേബർ കോഡുകൾ കൊണ്ടുപോകുന്നത്. ഇതിനെതിരായിട്ടുള്ള സമരം എല്ലാ തൊഴിലാളികളും പ്രത്യേകിച്ച് INTUC ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് INTUCക്ക് പരസ്യമായി രംഗത്ത് വരാൻ ചില പ്രയാസമുണ്ട്. BMS ഉൾപ്പെടെ അതിൽ അണിനിരന്നിട്ടുള്ള തൊഴിലാളികളും വളരെയധികം ഉത്കണ്ഠാകുലരാണ്. കാരണം അവരുടെ ജീവിതത്തെയും അവരുടെ തൊഴിലിനെയും ബാധിക്കുന്ന നിയമങ്ങളാണ് കുത്തകൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി BJP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾക്ക് സമരമല്ലാതെ മാർഗമില്ല. ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ കർഷകരും കർഷക തൊഴിലാളികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർഷക തൊഴിലാളികൾക്കും കർഷകർക്കും കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. എല്ലാത്തിനെയും വർഗീയതയുടെ മൂടുപടം പിരിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ആകെ ഭിന്നിപ്പിച്ചുകൊണ്ട് കുത്തകളുടെ കോർപ്പറേറ്റുകളുടെ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കാനുള്ള തീരുമാനവുമായിട്ട് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം മുന്നോട്ട് പോയാൽ അതിനെതിരായിട്ട് തൊഴിലാളി വർഗം അതിശക്തമായി പ്രതികരിക്കും, അതിശക്തമായി പ്രതിഷേധിക്കും. ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഈ രാജ്യത്തെ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാ ആളുകളും കടകളമ്പോളങ്ങൾ അടച്ചുകൊണ്ട് തൊഴിലുപേക്ഷിച്ചുകൊണ്ട് ഈ ഐക്യ ട്രേഡ് യൂണിയൻ സ്പോൺസറിംഗ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന ഈ സമരത്തോട് ഐക്യപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.